Hello friends, welcome back our channel Vana Roads with Asha. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ വല്ല മണ്ടത്തരങ്ങളൊക്കെ ആണെങ്കിൽ ക്ഷമിക്കണം, ആദ്യമായിട്ട് പറയാം. അപ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്ന വയനാട്ടിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം വയനാട്ടിൽ ഇപ്പോൾ വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വന്യമൃഗ ശല്യവും അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയ ആയാലും ചാനലുകളാണെങ്കിലും വളരെയധികം കൊടുമ്പിരി കൊണ്ടൊരു ന്യൂസുകളൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഒരു വന്യമൃഗ ശല്യം ആയാലും കുറച്ച് നാൾ മുമ്പ് നമ്മുടെ തെരുവ് നായ ശല്യങ്ങളായാലും ഇവയൊക്കെ എന്തിനാണ് നമ്മുടെ നാടുകളിലേക്കും നമ്മളെ മനുഷ്യരെ ഉപദ്രവിക്കുന്നത്, എന്തിൻ്റെ കാര്യം കൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ അറിയാം. അതെല്ലാം ഭക്ഷണവും അതിനുള്ള ഭക്ഷണത്തിന് വേണ്ടി അലിയുകയും അത് കിട്ടാണ്ടാകുമ്പോൾ അത് ജനവാസ മേഖല ഇറങ്ങുകയും അവിടെയുള്ള എന്തിനേയും കിട്ടുന്ന തിന്ന് ഭക്ഷിച്ചു പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ വന്യമൃഗ ശല്യം വയനാട്ടിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഇത്ര വർദ്ധിച്ചു വരാൻ കാരണം. അതുപോലെ തന്നെ തെരുവുനായ ശല്യം, തെരുവുനായ്ക്കൾ കൂടിയാൻ കാരണം എന്താ, നമ്മൾ ടൗണുകളിലും വഴിയോരങ്ങളിലും നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തിന്ന് അവ അങ്ങനെ തിന്ന് പെരുകുന്നതാണ് കൂടുതലായിട്ടും കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് മനുഷ്യർക്ക് ചിന്തിച്ചാൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനതിന് ചെറിയൊരു കാര്യം പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് മണ്ടത്തരാണെങ്കിൽ നിങ്ങൾ മണ്ടത്തരം എന്ന് പറയുക, അല്ലെങ്കിൽ അത് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സഹായിക്കാം. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിൽ ഇപ്പോൾ വന്യമൃഗങ്ങളാണെങ്കിൽ ആനയ്ക്ക് സസ്യ ബുക്കായിട്ടുള്ള ആഹാരങ്ങളെ ആന കഴിക്കുള്ളൂ. വെച്ചാൽ ഈ പച്ചക്കറികളായാലും തണ്ണിമത്തൻ അതുപോലെ സാധനങ്ങളാണ് പൊതുവായിട്ട് ആന കഴിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വയനാട്ടിലേക്ക് പ്രധാനമായിട്ട് ഇറങ്ങുന്ന കടുവയും പുലിയും ഒക്കെ എല്ലാം, പന്നി. ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ ന്യൂസിൽ കേട്ടു അണ്ണാറക്കണ്ണനും വന്നിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇറങ്ങി അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവയൊക്കെ ഇറങ്ങുന്നത് ഒരു ഫുഡിൻ്റെ പ്രശ്നമാണ്, ഒരു ഫുഡ് കിട്ടാത്ത പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ നാടുകളിൽ തെരുവുനായ ശല്യം കൂടി വരുന്നു. തെരുവുനായ ശല്യം കൂടി വരാൻ കാരണം എന്താ, നമ്മൾ അവിടെ നിക്ഷേപിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ടൗണുകളിലായിരിക്കും നിക്ഷേപിക്കുന്നത്. അവിടെ നിന്ന് അവിടെ തന്നെ വളർന്ന് അവിടെ ഇതാകുക. അപ്പോൾ ഇതിന് ചെറിയ സൊല്യൂഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ടൗൺ ഏരിയകളിൽ ധാരാളം പച്ചക്കറി മാർക്കറ്റുകൾ ഉണ്ടാവും, അതുപോലെ അറവ് ശാലകൾ ഉണ്ടാവും. ഇവയിലെല്ലാം മാലിന്യങ്ങൾ കൂടുതലായിട്ട് വരുന്നു. അവയെ ഏതെങ്കിലും വഴിയോരത്ത് നിക്ഷേപിക്കുന്നു, അവിടെ നിന്ന് പെരുകുന്നു. ഈ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് ഒരു വനപ്രദേശത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന കടുവയാണെങ്കിലും പുലിയാണെങ്കിലും ആ മാലിന്യങ്ങൾ പോയിട്ട് ഭക്ഷിച്ച് അത് അവിടെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. അവ നാട്ടിലേക്ക് ഇറങ്ങാൻ അവർക്ക് ആവശ്യമായ ഭക്ഷണം കാടുകളിലേക്ക് തന്നെ കിട്ടുന്നു. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും കോഴികൾ ചത്തുപോകുന്നുണ്ട്. കോഴിയെ വെറുതെ വഴിയോരത്ത് അല്ലെങ്കിൽ പുഴയിലേക്ക് വലിച്ചെറിയുന്നു. പുഴയിലെ ചീഞ്ഞ് ജലം നശിച്ചു പോകുന്നു. പക്ഷെ ഇതാകുമ്പോൾ കാടുകൾ നിക്ഷേപിക്കുമ്പോൾ കാടിൽ ആർക്കും ശല്യമില്ല. കാട്ടിലെ മൃഗങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ചത്തുപോയ ജീവജാലങ്ങളെ ഭക്ഷിച്ചും അവിടെ ജീവിക്കാവുന്നതാണ്. അവ ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങില്ല, പരമാവധി അവിടെ ഇരിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് പച്ചക്കറി വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. പലതരം വേസ്റ്റുകളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. ഈ പച്ചക്കറി വേസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, അതൊരു സ്ഥലത്ത് ഡംപ് ചെയ്ത് ഒന്നെങ്കിൽ പുഴയോരങ്ങളിലോ അല്ലെങ്കിൽ ജൈവ പ്ലാന്റുകളിലൊക്കെ നിക്ഷേപിച്ച് അത് വളമാക്കി എടുത്ത്, അല്ലെങ്കിൽ ചിലത് കൊണ്ട് വഴിയോരങ്ങൾ തട്ടുന്നു, അവിടെ ചെയ്യുന്നു, നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പല പല കാര്യങ്ങൾ. അപ്പോൾ ഈ സാധനങ്ങൾ ഈ ജൈവ വേസ്റ്റായ പച്ചക്കറികളാണെങ്കിലും, പച്ചക്കറിയിൽ നമുക്കറിയാം എല്ലാതരം പച്ചക്കറികളും ഉണ്ടാവും. ഈ പച്ചക്കറി വേസ്റ്റുകൾ എടുത്ത് കളക്ട് ചെയ്ത് ഇതും വനങ്ങളിൽ ഒരു സ്പോട്ട് കണ്ടെത്തി ആ ചെറിയ സ്പോട്ടുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈ മാനും ആനയും അതുപോലെയുള്ള സസ്യബുക്കായി കഴിക്കുന്ന അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കുന്ന ജീവികൾ അത് കഴിച്ചു പോകുന്നു. അതുപോലെ ഈ മാംസ്യങ്ങളായ ശിഷ്ടങ്ങളുള്ളതാണെങ്കിൽ അത് തിന്നുന്ന കടുവയായാലും പുലിയായാലും നമ്മുടെ പന്നിയായാലും ഇതൊക്കെ കഴിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ഇറങ്ങുന്ന ഈ തെരുവുനായ ശല്യം, തെരുവുനായ്ക്കൾക്ക് ഫുഡില്ലാണ്ടാകുമ്പോൾ അവ ഓട്ടോമാറ്റിക് ഇതോടെ പോകുന്ന വഴിക്ക് പോവുകയാണെങ്കിൽ അവയും കാടുകളിലേക്ക് എത്തുന്നു. കാട്ടിലെത്തിയാൽ അവ കാടുകളിലേക്ക് തന്നെ ഒതുങ്ങുന്നു. കാരണം ഭക്ഷണം അവിടെ കിട്ടുന്നത് കൊണ്ട് അവ കാടുകളിലേക്ക് നിൽക്കുന്നു. നഗരപ്രദേശങ്ങളിൽ ഈ ഒരു തെരുവുനായ ശല്യം കുറയുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ ഭക്ഷണം വലിച്ചെറിയുന്നതുകൊണ്ടാണ് തെരുവുനായ്ക്കൾ നമ്മളെ വന്ന് നമ്മളെ ഇവിടെ പെരുകാൻ കാരണം.
പക്ഷെ ആ തെരുവുനായ്ക്ക് ഭക്ഷണം കാടുകളിലേക്ക് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ കാടുകളിലേക്ക് മടങ്ങുകയാണെങ്കിൽ കാടുകളിലാണെങ്കിൽ കടുവയായാലും പുലിയായാലും വേട്ടയാടി പിടിക്കുകയും ചെയ്യും. അതുപോലെ ഇത് മൂലം ഇതിൻ്റെ എണ്ണം കുറയുകയും നാട്ടിൽ സമാധാനം വരികയും അതുപോലെ കാടുകളിൽ ഇവയ്ക്ക് വേണ്ട ഭക്ഷണം എത്തുന്നത് കൊണ്ട് ഇവ നാട്ടിലേക്ക് ഇറങ്ങാതെ കാടുകളിൽ തന്നെ ഒതുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഇത് നിങ്ങൾക്ക് അനുയോജ്യപ്രദമായ ഒരു ഐഡിയ ആണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഇത്രയേ പറയാനുള്ളൂ. ഇനിയെങ്കിലും അധികൃതർ ഇതിന് വളരെയധികം ഫണ്ട് വരുന്നുണ്ട്, ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം നീക്കി വയ്ക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങളായാലും കേരളത്തിലെ ജനങ്ങളെയായാലും സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് വേണ്ടി നല്ല നടപടി സ്വീകരിക്കുമെന്ന് മാത്രം കരുതിക്കൊണ്ട് ഈ വീഡിയോ വൈകിപ്പിക്കുകയാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.